കലികാലം അല്ലാണ്ട് എന്താ പറയുന്നതിനൊക്കെ നിങ്ങൾക്കറിയോ? 12 വയസ്സോ 13 വയസ്സോ ഒന്നും നോക്കണില്ല, ഒക്കെ ചെറിയ കുട്ടികളല്ലേ. 8 വയസ്സായാലും വേണ്ടില്ല, 10 വയസ്സായാലും വേണ്ടില്ല. കഞ്ചാവ്, MDM, അതന്നെ നാട്ടിൽ കേട്ടുകാലി സാധനങ്ങളാ പുതിയത്. ആ അതെ, വല്ലാത്തൊരു കഷ്ടേ. ഇപ്പൊ ചെറിയ കുട്ടികളുടെ പുതിയ തലമുറ ഒക്കെ പോക്കാ കാര്യങ്ങൾ. അതെ, മൊബൈലല്ലേ. ആ അതന്നെ. അതിന്റെ നല്ല വശം മാത്രം അത് നോക്കാതെ അതിന്റെ ചീത്ത വശം മറുവശം നോക്കരുത്. നമസ്കാരം, സെഡ് വിഷൻ ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഞാൻ നേഹ. പ്രധാന വാർത്തകൾ. ചിമ്മിനിക്കരയിൽ നിന്നും കാണാതായ സഹോദരീ സഹോദരന്മാരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി നാട്ടുകാർ പരാതിയുമായി രംഗത്ത്. പോലീസ് അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ചിമ്മിനിക്കരയിൽ ഇന്ന് ഹർത്താൽ. മോളെ, അച്ഛാ, നമുക്കൊരു വിശ്വാസം ഇല്ല, ഒന്നുമില്ല. എന്താ അത് കുട്ടി? അച്ഛൻ തൊഴുതില്ലേ? അത് മതി. അച്ഛാ, മോളെ, അച്ഛാ, ചേട്ടാ, ഇത് കാണാതായ കുട്ടികളുടെ വീടല്ലേ? അതെ. അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? പറയാം. ഈ തിരോധാനത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പോലീസിന്റെ അന്വേഷണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 10-20 ദിവസമായി മോളെ ആ കുട്ടികളെ കാണാതായിട്ട്. ആർക്കൊരു ദ്രോഹം ചെയ്യാത്ത കുട്ടികളാ. എന്തു പറ്റിയാവോ? പോലീസിന്റെ അന്വേഷണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരഭിപ്രായവും ഇല്ല കുട്ടിയെ. അവര് വരണു, അന്വേഷിക്കണു, പോണു. അച്ഛനില്ലേ അവിടെ? ഉവ്വ്. അച്ഛനോട് സംസാരിക്കണേല് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പമില്ല. ഇതാണ് അച്ഛൻ. എന്റെ മക്കളെ കണ്ടോ സാറന്മാരെ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്തും. താങ്കൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നു, പോലീസ് ചോദിക്കുന്നു ഒന്നാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന്? ഈ ചിമ്മിനിക്കരയിൽ ഞങ്ങൾക്ക് ശത്രുക്കളായി ആരും തന്നെ ഇല്ല. എനിക്കറിയില്ല. എവിടെ പോയി കിടക്കണോ? ഹലോ,
ചിമ്മിനിക്കര പോലീസ് സ്റ്റേഷൻ. തന്റെ എസ് ഐ ഇല്ലടാ അവിടെ? യെസ് സാർ. വിളിക്കടാ അയാളെ. യെസ് 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 സാർ. യെസ് സാർ. ആ നമസ്കാരം സാർ. താൻ ഇവിടെ നിന്നല്ലേ? വാർത്തയൊന്നും കേൾക്കുന്നില്ലടോ. ഉണ്ട് സാർ. എന്താണ് ഇതൊക്കെ? തന്റെ അന്വേഷണം എന്തായി? പുരോഗമിക്കുന്നു സാർ. ഓ, ഇനി പുരോഗമിപ്പിക്കണ്ട. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. മോളൊന്ന് ഉത്തരവുണ്ട് സാർ. അത് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാർ. ഇനി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ശരി സാർ. നല്ല ചങ്ങാതി, ആൾക്കാരെ തെറിയ പറഞ്ഞാൽ മതിയാ. പോണ്ടേ നമുക്ക്? ഞാനതും മറന്നു. പോവാ. എന്താ സാറേ കുന്തം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. പോലീസിന് അനാസ്ഥ, കഴിവില്ലായ്മ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ചിമ്മിനിക്കരയിലെ സഹോദരങ്ങളുടെ തിരോധാനത്തിന്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണ ഉദ്യോഗസ്ഥൻ DI അക്ബർ ചുമതലയേറ്റു. ഹയ്യാലൽ ഫലാഹ്. എന്തിനാ മക്കളെ ഇതൊക്കെ? വല്ലപ്പോഴും എന്തെങ്കിലും കഴിച്ചാ കഴിച്ചു. ഹരഹരോ ഹരഹര. കലികാലം കലികാലം. അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. എന്റെ മുരുക. വല്ല തെളിവും കിട്ടിയ മക്കളെ? ഞാൻ അക്ബർ. ഈ കേസിന്റെ അന്വേഷണ ചുമതല എനിക്കാണ്. അറിയാം, മനസ്സിലായി. ഇത് കുട്ടിയോടുള്ള അച്ഛനാ. നിങ്ങളൊക്കെ അയൽവാസികളാവൂല്ലേ? ആ അതെ, ഞാൻ പൂശാരി തെയ്യുമ്പോ. നിങ്ങൾ ഇങ്ങോട്ട് വരും. ഞാൻ അലക്സ്, വിഷ്ണുവിന്റെ സുഹൃത്താണ്. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാ. ഉം. പിന്നെ അല്ലറ ചില്ലറ റിയൽ എസ്റ്റേറ്റ് പരിപാടി. ടൗണിൽ ഒരു റിസോർട്ട് ഉണ്ട്, മരിയ. വിഷ്ണു? യെസ്. വിഷ്ണു എന്ത് ചെയ്തു? സാർ, ഞാൻ ടൗണിൽ കമ്പ്യൂട്ടർ സെൻ്റർ നടത്തുന്നു. പിന്നെ പിന്നെ ഒരു ചെറിയ തോതിൽ ഗവേഷണം നടത്തുന്നു. എന്ത് ഗവേഷണം? സയൻസും ജ്യോതിഷവും തമ്മിൽ ബന്ധത്തെക്കുറിച്ച്. ഗുഡ്. ചില ബാധ ഒളിപ്പിക്കലിന് എന്നെയും കൊണ്ടുപോകാറുണ്ട് ഈ വിഷ്ണു. കേമനാ, ആളും മിടുക്കനാ. അലക്സിന് ജ്യോതിഷത്തിൽ താല്പര്യം എങ്ങനെ? ഏയ് ഇല്ലട്ടാ, തീരല്ല. ഓക്കെ ഓക്കെ. ഇവരെ കാണാതാവുന്നതിന് മുന്നേ വല്ല വാക്കേറ്റവും നടന്നായിട്ട് അറിയോ? കള്ളും കഞ്ചാവ് അടിച്ച് തെറി പറഞ്ഞവരായിട്ട് എന്തോ ഒരു കശവിശ ഉണ്ടായിട്ടുണ്ട്. ഓഹോ, അച്ഛൻ വല്ല ജോലിക്കും പോകുന്ന ആളാണ്? എന്ത് ജോലി? കൂലിപ്പണി. മക്കളെ കാണാതാവുന്ന അന്ന് പണിക്ക് പോയിരുന്നു. ഓ, എന്ത് പണി? കുഴിവെട്ട്, തെങ്ങിന്. എന്നാ ഞാൻ ശരി, പോയിക്കോട്ടെ. വിഷ്ണു രേണുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അല്ലേ? അതെ. വീട്ടുകാരെ സമ്മതപ്രകാരം കല്യാണവും നിശ്ചയിച്ചിരുന്നു. സാറേ, അത് ഇറ്റ്സ് ഓക്കെ വിഷ്ണു. ഇതാകെ കുഴഞ്ഞൊരു കേസാണല്ലോ. ഇവിടെ കാണാതായിരിക്കുന്നത് കാമുകന്മാരല്ല, സഹോദരങ്ങളാണ്. പ്രത്യേകിച്ച് ശത്രുക്കളുമില്ല. മദ്യപിച്ച് ബൈക്കിൽ പോയ പിള്ളേരുമായിട്ടുള്ള സംഭവം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നോ, ഇറ്റ്സ് നോട്ട് എ റീസൺ. ഈ അലക്സ് ആളെങ്ങനെ? കുന്നുമ്മൽ പറയുന്നത്
അറുത്തയക്ക് ഉപ്പ് തേക്കത്തെ ബിസിനസ് ടൈക്കും. അയാളുടെ ഏകമൻ അലക്സ്. പിന്നെ ആ മറിയ അപ്പാർട്ട്മെന്റ്. സമ്പന്നരായതുകൊണ്ടൊന്നും പുറത്തറിയുന്നില്ല എന്നേ ഉള്ളൂ സാറേ. പോക്കാ സാറേ, പോക്കാ. അയാളെന്തോ സിനിമ പ്രൊജക്റ്റ് തുടങ്ങുന്നെന്ന് കേട്ടു. അയാളും അയാളുടെ കൂട്ടുകാരും കൂടി മെയിൻ ഫണ്ടർ അയാൾ തന്നെ. താനൊരു കാര്യം ചെയ്യും, സാർ. സൈബർ സെല്ലിൽ രഘുറാമിനെ ചെന്ന് കണ്ട് ഈ അലക്സിന്റെ കോൾ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യും. സാർ. ആൻഡ് കളക്ട് ഓൾ ഡീറ്റെയിൽസ് ഓഫ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നമ്പേഴ്സ്. ഓക്കെ, മനസ്സിലായോ? യെസ് സാർ. ശരി, ഞാൻ രഘുവിനെ വിളിച്ചോളാം. സാർ. ഹലോ സാർ. ഹലോ ആദിത്യൻ. ആ, എന്തായി? ഡീറ്റെയിൽസ് സാറിന് മെയിൽ ചെയ്തു. ഐ വിൽ കോൾ ആഫ്റ്റർ ചെക്ക് ഇറ്റ്. ഓക്കെ. ഓക്കെ സാർ. ആദിത്യൻ, ബ്രിങ് ഹിം ടു കസ്റ്റഡി. സത്യം പറ. എനിക്കൊന്നും അറിയില്ല സാറേ, എനിക്കൊന്നും സത്യം പറടാ. ഉണ്ടായത് ഞാൻ പറയാം സാറേ. ആ, അലക്സ് ആയിരുന്നോ? ആ, അവനിവിടെ ഇല്ല. അതെയോ? അച്ഛനെങ്ങടാ? പണിയുണ്ട്, മോനിരിക്ക്. മോളെ രേണു, ആ എന്താച്ചാ? അലക്സ് വന്നിട്ടുണ്ട്, ചായ കൊടുക്കൂ. ആ ചായ വേണ്ടട്ടാ, വെള്ളം മതി. അവൻ ജോലി അന്വേഷിച്ച് പോയതാവൂല്ലേ? അതാണല്ലോ ഇപ്പോഴത്തെ ജോലി. എല്ലാം ശരിയാവും. എന്നാ ശരി, ഞാൻ അവനെ വിളിച്ചോളാം. സാറ് സിനിമ എടുക്കാൻ പോവാണെന്ന് കേട്ടു. ഏയ്, ഞാനല്ലട്ടാ, എന്റെ സുഹൃത്താണ്. രേണു കാലാത്തിയിലെ കാണല്ലേ? വിഷ്ണു പറഞ്ഞിരുന്നു. സുന്ദരിയാണല്ലോ. സിനിമാ മോഹമുണ്ടോ? എത്തിപ്പിടിക്കാൻ പറ്റാത്തത് മോഹിച്ചിട്ട് എന്താ കാര്യം? കുന്നോളം ആഗ്രഹിക്കുമ്പോഴല്ലേ ഒരു കുന്നിക്കുരുളും കിട്ടൂ. രേണുക്കും കിട്ടും കുന്നിക്കുരു. ചുവന്ന കുന്നിക്കുരു. ഹെൽമെറ്റ് വെക്കാത്തോണ്ട് തന്നെ മനസ്സിലായി. നിങ്ങൾ എന്നോട് വീട്ടിൽ വരാനല്ലേ പറഞ്ഞേ? എന്നിട്ട് നിങ്ങളെവിടാ? ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. കുറച്ച് ദിവസമായിട്ടൊരു ഓർമ്മക്കുറവേ. ഇന്നെൻ്റെ ജോലിക്കാരും ശരിയാക്കാന്ന് പറഞ്ഞിരുന്നു. വീട്ടുകാരൊക്കെ വലിയ പ്രതീക്ഷയിലാ. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. നിങ്ങൾക്കൊക്കെ തമാശേ. അപ്പം എൻ്റെ കാര്യമോ? നിൻ്റെ ജോലിയില്ലേ? ഞാൻ ചിരിച്ചത് തന്നെ നിൻ്റെ ജോലി ശരിയായതുകൊണ്ടാ. എവിടെ? ധൃതിപ്പെടാറെ എൻ്റെ കിഷോറെ. നീ ആദ്യം ഒരു കാര്യം ചെയ്യേ. മരിയ അപ്പാർട്ട്മെന്റ് പോയി കാറും ചാവിയും രാമേട്ടനെ ഏൽപ്പിക്കേ. രാമേട്ടൻ നിനക്കൊരു 1000 രൂപ തരും. അപ്പം ഞാൻ? നിനക്ക് വരാൻ വേറെ വണ്ടി വരുമെന്ന്. അപ്പൻ്റെ ബൈക്കോ? അതുമായി എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിച്ചോളാം. ഓ. വണ്ടിക്ക് ഇൻഷുർ കോപ്പൊന്നും ഇല്ലട്ടടാ, സൂക്ഷിച്ച് പോയിക്കോ. ഹലോ രാമേട്ടാവൻ വരുന്നുണ്ട്. ഒരു 1000 രൂപ കൊടുക്കട്ടാ. ഓക്കെ. ആ രാമേട്ടൻ? അതെ.
ഇതാ നിനക്കുള്ള വണ്ടി അതാ. ആ ശരി. ആ പേര് രാമനുണ്ണി, ഇഷ്ടമുള്ളവർ രാമേട്ടൻ എന്ന് വിളിക്കും. അതെ. എത്ര കാലമായി ഈ മരിയൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? അലക്സ് മോൻ്റെ അപ്പൻ്റെ കാലം തൊട്ടേ ഞാൻ അവിടെ ഉണ്ട്. ഏകദേശം ഒരു 10-40 കൊല്ലത്തോളം ഉണ്ടാവും. ഇപ്പോൾ അലക്സ് മോനാണ് നടത്തിപ്പുകാരൻ. എന്തൊക്കെ പ്രവൃത്തികളാ ഈ മരിയയിൽ നടക്കാറ്? മോൻ്റെ ബിസിനസ് ചർച്ചകളാണ് നടക്കാറ്. വേറൊന്നും? അത് പറ രാമേട്ടാ. അവിടെ ഡാൻസും പാർട്ടികളാണ് നടക്കാറ്. പിന്നെ കുറെ സിനിമാക്കാരുണ്ടാവും. ഈ കാണാതായ കിഷോർ അവിടെ വന്നിരുന്നു? ഉണ്ട്, ഒരിക്കൽ വന്നിട്ടുണ്ട്. ആരുടെ കൂടെ? തനിച്ചാണ് വന്നത്. അലക്സ്മോന്റെ വണ്ടി തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് ഈ കിഷോറിനെ ഒരു ഓട്ടോയിൽ കയറ്റി പറഞ്ഞയച്ചു. അതെ അല്ലേ? ഈ ഓട്ടോ രാമേട്ടൻ അറിയോ? അറിയാം. ആരുടെയാ? അതിവിടെ സ്ഥിരമായി ഓടുന്ന ബഷീറിന്റെ വണ്ടിയാ. ബഷീർ. ആദിത്യൻ, താൻ എവിടെയാടോ? ആ ഓക്കെ. പിന്നെ ആ ബഷീറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, എത്രയും പെട്ടെന്ന്. ഹലോ സാർ. ഹലോ. ശരി സാർ. ഓക്കെ. അപ്പോ ഇനി ഇരുമു. ഓം ശംഭോ 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 ഓം ശംഭോ 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 ഓം ശംഭോ 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 ഓം ശംഭോ ശംഭോ യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിനെ? കൊണ്ടുപോയാളെ. ഇനി നമുക്ക് പോകാലോ അല്ലേ? കിഷോറിന്റെയും രേണുകയുടെയും തിരോധാനത്തിന് കാരണമായവരെ അറസ്റ്റ് ചെയ്തുവല്ലോ. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേർക്കും എന്താണ് സംഭവിച്ചത്? അവർ രണ്ടുപേരും മരിച്ചു. അല്ല, കൊല്ലപ്പെട്ടു. ഒരു തുമ്പുമില്ലാതെ എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത്? ഒരു ക്രൈം ഒരു പഴുതുമില്ലാതെ നടത്താൻ പ്രതികൾ ശ്രമിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അവർ ബാക്കി വെച്ചിരിക്കും. ഈ കേസിൽ വഴിത്തിരിവായത് ഡ്രൈവർ ബഷീറാണ്. സാർ, ഒന്ന് വിവരിക്കാമോ? പറയാം. സംഭവം രാവിലെ അലക്സ് കിഷോറിന്റെ വീട്ടിലെത്തി.
പോകുന്ന വഴിക്ക് മുരളി മാഷും ഭാര്യയും ഓട്ടോയിൽ കയറി. അങ്ങനെയാണ് ഈ കിഷോർ മുരളി മാഷിൻ്റെ വീട്ടിലെത്തുന്നത്. എന്നാ ശരി. ഏയ്, എന്താ ചൂട്? കുറച്ച് വെള്ളം എടുത്തേ. ആ എടുക്കാം. കേറി വാടോ. ആ ആ ഇരിക്കേ. നല്ല ചൂടല്ലേ? കൊടുക്ക്. കുടിക്ക്. ഈ മാഷും ഭാര്യയും ഒരു പ്രത്യേക വിശ്വാസത്തിന് അടിമകളായിരുന്നു. പ്രത്യേക പൂജാവിധികളും ആത്മീയതയും പ്രചരിപ്പിക്കുന്ന സത്രം എന്നൊരു സൈറ്റും ഇവർക്കുണ്ടായിരുന്നു. ഇതിലൂടെയാണ് ഇവർ ഇരകളെ ആകർഷിച്ചിരുന്നത്. സർ, അപ്പൊ രേണുക ഇറക്കി കൊണ്ടുപോടവനെ. ഇത് അലക്സ്, നാട്ടിലെ ഒരു കോടീശ്വരനാണ്. ഇയാൾ ഇതിൽ അറിയാതെ വന്ന് പെട്ടുപോയതാണ്. സാഹചര്യ തെളിവുകൾ മുഴുവൻ ഇയാൾക്ക് എതിരായിരുന്നു. പക്ഷേ ഇയാൾ പ്രതിയാണ്, യഥാർത്ഥ പ്രതി. വിഷ്ണു, എന്താ സാറേ? വിട് സാറേ. രേണുവയ്ക്ക് എന്താ പറ്റിയെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇതെന്താ സാറേ? കട്ടോനെ കിട്ടിയില്ല, കിട്ടനെ കളമേക്ക സ്വഭാവം ഇവിടെ വേണ്ട സാറേ. പ്ലീസ് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കിഷോറിന്റെ വീട്ടിൽ പോയി, രേണുവേയും കൂട്ടി മുരളി ഭാഷ വീട്ടിൽ പോയി സാർ. ഇവർ പോകുന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടന്നിരുന്ന ബഷീർ ഇവൻ്റെ കാറിന് കൈ കാണിച്ചു. ഇവൻ നിർത്താതെ പോയതും വിഷ്ണു ഓടിച്ച അലക്സിൻ്റെ കാർ ബഷീർ തിരിച്ചറിഞ്ഞതും ബഷീറിന് സംശയം തോന്നിയതുമാണ് ഈ കേസിന് തുമ്പുണ്ടാക്കിയത്. സ്വന്തം മക്കൾക്കുള്ള കുഴിയെടുപ്പിച്ചതും പാവം ഈ അച്ഛനെ കൊണ്ട് തന്നെയായിരുന്നു. ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ മാഷിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള രേണുക്കും ഇവർ വിഷപാനീയം കൊടുത്ത് മയക്കി. രാത്രിയുടെ ഭീകരതയിൽ ഇവർ
രക്തബന്ധത്തിൽപ്പെട്ടവരുടെ രക്തം കുടിക്കുകയും ദേവപ്രീതി വരുത്തുകയും ചെയ്താൽ സമ്പത്ത്, ഐശ്വര്യം, നിത്യയൗവനം ഒക്കെ ഉണ്ടാവുമെന്ന അന്ധവിശ്വാസമായിരുന്നു ഇവർക്ക്. സർ, അപ്പൊ കിഷോറിനെ അവിടെ എത്തിച്ചതിന്റെ പിന്നിൽ ആരാണ്? മരിയയിലിരുന്ന് എല്ലാം പ്ലാൻ ചെയ്തത് ഇവൻ തന്നെയായിരുന്നു. ഹലോ, ആ പറയ്. കിഷോറെ, നീ എവിടെയാ? ഞാനിപ്പോൾ മറിയ അപ്പാർട്ട്മെന്റിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെ? ഓട്ടോയിലാ. നീ ഒരു കാര്യം ചെയ്യണം. എൻ്റെ ഒരു സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മുക്കവരെയും നിൽക്കുന്നുണ്ട്. നീ അവരെ വീട്ടിൽ കൊണ്ടാക്കണം. നിനക്ക് തിരിച്ചു വരാൻ എൻ്റെ ബൈക്ക് അവിടെ ഉണ്ട്. നീ അതെടുത്ത് ഇങ്ങോട്ട് വന്നാൽ മതി. എടാ, എന്റെ മക്കളെ കൊന്ന് കുഴിച്ചു മൂടാനുള്ള കുഴി എന്നെ കൊണ്ട് തന്നെ വെട്ടി. അയ്യോ, എന്റെ കുടുംബം നശിപ്പിച്ച് നീയൊക്കെ എന്ത് നേടിയടാ? അയ്യോ.